തിരുവല്ല CPM-ൽ വിഭാഗീയത രൂക്ഷമാണ്. തർക്കത്തെ തുടർന്ന് നിർത്തിവെച്ച തിരുവല്ല ടൗൺ ലോക്കൽ സമ്മേളനം ഇനിയും നടത്താനായിട്ടില്ല. മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി അടക്കമുള്ളവർക്കെതിരെ ഗുരുതര പരാമർശമുള്ള പ്രവർത്തന റിപ്പോർട്ട് പ്രതിനിധികളിൽ നിന്ന് തിരികെ വാങ്ങിയിരിക്കുകയാണ്. പീഡനക്കേസ് പ്രതി സജിമോനെ മുതിർന്ന നേതാക്കൾ സംരക്ഷിക്കുന്നതായും പരാമർശമുണ്ട്. സജിമോനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കാത്തതിൽ ഏരിയ കമ്മിറ്റിക്ക് എതിർപ്പുള്ളതായാണ് സൂചന. പ്രവീൺ പുരുഷോത്തം വിവരങ്ങളുമായി. പ്രവീൺ, വലിയ രീതിയിലുള്ള ഭിന്നതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങി എന്നാണോ? ഇപ്പോൾ എങ്ങനെയാണ് ഇനി സമ്മേളനം നടക്കാനിരിക്കുന്നത്? സ്മൃതി, നവംബർ 13-നാണ് തിരുവല്ല ടൗൺ നോർത്ത് CPIM ലോക്കൽ സമ്മേളനം നടന്നത്. അതിൻ്റെ ആദ്യഘട്ടം നടന്നു. പക്ഷേ അതിൻ്റെ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രവർത്തന റിപ്പോർട്ട് അംഗങ്ങൾക്ക് കൊടുത്തിരുന്നു. ഈ പ്രവർത്തന റിപ്പോർട്ട് ഓരോ ബ്രാഞ്ചിൽ നിന്നുള്ള ആളുകൾ, പ്രതിനിധികൾ അത് വായിക്കുകയും തുടർന്ന് അതിന്മേലുള്ള ചർച്ച നടക്കുകയും ചെയ്യണമായിരുന്നു. പക്ഷേ ഈ പ്രവർത്തന റിപ്പോർട്ട് കൊടുത്ത് 10 മിനിറ്റിനകം തന്നെ അത് CPIM ജില്ലാ സെക്രട്ടറിയും മറ്റ് നേതാക്കളും അത് തിരികെ വാങ്ങി. കാരണം അതിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ, പാർട്ടിക്ക് തന്നെ ദോഷകരമായി വന്നേക്കാവുന്ന പരാമർശങ്ങൾ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ആദ്യ പേജുകളിലൊക്കെ നല്ല പരാമർശങ്ങളിലും പിന്നീട് 8-ാം പേജ് മുതൽ തുടർന്ന് അങ്ങോട്ട് പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്ന വിഭാഗീയത സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ എടുത്തു പറഞ്ഞിരുന്നു. തുടർന്ന് ആ പ്രതിനിധി സമ്മേളനം അവിടെ നിർത്തിവെച്ചു. CPIM ലോക്കൽ പ്രതിനിധി സമ്മേളനം അവിടെ നിർത്തിവെച്ചു. അത് മുഴുമിപ്പിക്കാൻ ആയില്ല. അതിൽ പ്രധാനമായും തിരുവല്ല CPIM മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അതിൽ ഉണ്ടായിരുന്നത്. കാരണം നേരത്തെ പീഡനക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് സജിമോൻ എന്ന നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഒപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സജിമോനെ ഒഴിവാക്കിയിരുന്നു. ഈ സജിമോനെ ഈ ലോക്കൽ സമ്മേളന പ്രതിനിധികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ നാളുകളിൽ വന്നിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാവുകയും തുടർന്ന് സംസ്ഥാന കമ്മിറ്റി കാര്യത്തിൽ ഇടപെടുകയും സജിമോനെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് പ്രതിനിധിയായി കണക്കാക്കാൻ പാടില്ല, മാറ്റണമെന്നൊരു നിർദ്ദേശം വരികയും ചെയ്തു. ഇതിനെതിരെ ഫ്രാൻസിസ് വി ആന്റണിയുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. അതായത് തിരുവല്ല CPIM ഏരിയ കമ്മിറ്റി തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് ഒരു പിന്തുണയും നൽകുന്നില്ല. പ്രധാനമായും സജിമോനെ എന്ന നേതാവിനെ മാത്രം ഉയർത്തിക്കാട്ടി ലോക്കൽ കമ്മിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഫ്രാൻസിസ് വി ആന്റണിയും ഒപ്പം തന്നെ മറ്റുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളും നടത്തിയതെന്ന് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. അതായത് CPM-ൽ തിരുവല്ലയിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. തുടർന്ന് ഈ സംസ്ഥാന കമ്മിറ്റി വിഷയത്തിൽ ഇടപെട്ട് തിരുവല്ല CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഫ്രാൻസിസ് വി ആന്റണിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ഈ ഫ്രാൻസിസ് വി ആന്റണി തിരുവല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നപ്പോൾ തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റിയോട് ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതായത് ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഈ 13-ാം തീയതി ലോക്കൽ പ്രതിനിധി സമ്മേളനം, അവിടെ പ്രതിനിധി സമ്മേളനം നടക്കുമ്പോൾ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും ഒപ്പം തന്നെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാമും ഉണ്ടായിരുന്നു. ഇവരുടെ സാന്നിധ്യത്തിലാണ് അന്ന് ലോക്കൽ ഈ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്. പക്ഷേ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ വന്നതോടുകൂടി പ്രവർത്തന റിപ്പോർട്ട് ഈ പ്രതിനിധികളിൽ നിന്നും തിരികെ വാങ്ങിക്കുകയും ലോക്കൽ സമ്മേളനം ചേരാൻ പറ്റാത്ത രീതിയിലുള്ള വിഭാഗീയതയുടെ വിവരങ്ങളാണ് തിരുവല്ലയിൽ നിന്ന് വരുന്നത്.